ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ചാണ് കേട്ടോ. ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മാസം നമ്മൾ വീട്ടിലേക്ക് ഓരോ സാധനം വാങ്ങിക്കും. അപ്പോൾ ഞാനിന്ന് സിമോൾക്ക് ഒരു ഗ്രോസറി പർച്ചേസ് ചലഞ്ച് കൊടുക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു എമൗണ്ട് പറയും. ആ എമൗണ്ടിനുള്ളിൽ എത്ര ഐറ്റംസ് നമ്മൾ മാസത്തിലുള്ളത് എത്ര ഐറ്റംസ് പർച്ചേസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന ചലഞ്ച്. അപ്പോൾ നമ്മൾ എന്താ ഐറ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നിത്യോപയോഗ സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കടല, സോപ്പ്, മറ്റേ പേസ്റ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ വീട്ടിലേക്ക് കറിയൊക്കെയുള്ള മറ്റേ കുറേ ഐറ്റംസ്, ഇപ്പോൾ അങ്ങനെ ആ ഐറ്റംസ് നമ്മൾ വീട്ടിലേക്ക് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണോ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൽ എത്രത്തോളം എണ്ണം പറഞ്ഞാൽ എത്ര ഐറ്റംസ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമ്മൾ കൊടുക്കാൻ പോകുന്ന എമൗണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് വലിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന എമൗണ്ട് ഒരു 2000 ബഡ്ജറ്റ് കൊടുക്കും. അതിൽ നമുക്ക് എത്ര പർച്ചേസിന് എത്ര ഐറ്റംസ് വരുന്നുണ്ട് നോട്ടെ. എനിക്ക് തോന്നുന്നത് ആ എമൗണ്ടിന് നമുക്ക് അത്യാവശ്യം ഒരുപാട് സാധനം വാങ്ങിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു നിഗമനം. നമുക്കെന്തായാലും കണ്ട് തന്നെ കാണാം. അപ്പോൾ ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും എമൗണ്ട് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നമ്മൾ പോകുന്ന കടയിൽ അല്ലെങ്കിൽ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അപ്പോൾ അത്രയും ബെനിഫിറ്റാണ്. അപ്പോൾ എത്രയും കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് 2000 ആണെങ്കിലും നമ്മൾ അതിനുള്ളിൽ ഇപ്പോൾ ഒരു 1500 ഒതുങ്ങുകയാണെങ്കിൽ ആ ചലഞ്ചിൽ എന്ത് ചെയ്യും, അവൾ ജയിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൽ മാക്സിമം ഐറ്റംസ് എടുക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം അതിൽ കുറച്ച് നമ്മൾ അതിനുള്ളിൽ ഒതുങ്ങിയിട്ട് എന്ത് ചെയ്യാം ഐറ്റംസ് എടുക്കുക എന്നാണ് ചലഞ്ച്. ഇപ്പോൾ ഞാൻ ചെറിയൊരു പണിയിലാണ്. നമുക്ക് കടയിൽ ഷോപ്പിലേക്ക് കുറച്ച് പുതിയ സ്റ്റോക്ക് ടീഷർട്ടാണ്, അത് പുതിയ ടീഷർട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം അല്ല കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു, പിന്നെ വന്നുള്ളൂ സ്റ്റോക്ക്. ചെറിയൊരു പണിയിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാം ചലഞ്ച് വീഡിയോകൾ എടുക്കാതെ വെച്ച്. ഓക്കെ, ഇപ്പോൾ സമയം 8:15 അപ്പോൾ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് പർച്ചേസിന് പോകാൻ നിൽക്കുകയാണ്. ഇതാണ് ഗൈസ് ഞാൻ പുതുതായിട്ട് കൊണ്ടുവന്ന ഗപ്പി. ഗോൾഡൻ ഫിഷും ഉണ്ട്, ഗപ്പി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് കാണാം. നമ്മൾ ഇതങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് നേരെ പർച്ചേസിലേക്ക് കയറാം. ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടു എന്തൊക്കെ നോക്കേണ്ടതെന്ന്. പിന്നെ അപ്പോൾ ഇനി തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെടുക്കണം എന്നുള്ളൊരു, എവിടെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ആദ്യം വിചാരിച്ചു മല്ലിയോ മുളകോ എന്തെങ്കിലും എടുക്കാമെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു മഴയല്ല, ഇനിയിപ്പോൾ പൊടിക്കാൻ പോകണം, പൊടിപ്പിക്കണം, വെയിലില്ല, ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അത് നേരെ ഒഴിവാക്കി. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പൊടിച്ചതെടുക്കാം. അപ്പോൾ അത് നോക്കി നടക്കുകയാണ്. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡാണ് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അവിടെ എടുക്കാമെന്ന് വെച്ചു. പക്ഷേ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു, ആൾ നേരെ ഇങ്ങോട്ട് പോന്നു. ശരി, ഇവിടെ തന്നെ തീർത്ത് നമുക്ക് അപ്പുറത്തേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ട് നേരെ ഇവിടേക്ക് പോന്നു. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുത്തത് സോപ്പാട്ടോ എടുത്തത്. നമ്മൾ ബാർ സോപ്പ് ഉണ്ടല്ലോ വലുത്, അപ്പോൾ വീട്ടിലേക്ക് അതെടുത്തു. അത് ഇപ്പോൾ ഞങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സോപ്പ് തന്നെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അത് ഒരെണ്ണം എടുത്തു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ സപ്പോർട്ടിന് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ. ആൾ ഇവിടെ കൊട്ടയൊക്കെയായിട്ട് പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് പുതിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ഫുൾ പക്ക സർവീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ആൾക്കാർ കൂടെയുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ സോപ്പ് നോക്കിട്ടോ, തിരുമ്പണ സോപ്പ് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് കുളിക്കണ സോപ്പായിരുന്നു നോക്കിയിരുന്നത്. സന്തൂർ നോക്കണമെന്ന് പറഞ്ഞ് സാധനമില്ല. അപ്പോൾ അങ്ങനെ തപ്പിച്ചെന്ന് നോക്കിയപ്പോൾ എന്താണ്, നമ്മുടെ പേസ്റ്റിൻ്റെ കൂടെ ഒരു ചെറിയ സന്തൂർ ഫ്രീ ഉണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ആ സന്തൂർ എടുക്കാതെ വെച്ചു, കാരണം ഞങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സോപ്പായതുകൊണ്ടും. അപ്പോൾ പേസ്റ്റ് എടുത്തു, അതിൻ്റെ കൂടെ ഒരു സന്തൂറും എടുത്തു കേട്ടോ. സെപ്പറേറ്റ് ഇനി എന്തായാലും വേറെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ ഉള്ളതായിട്ട് അങ്ങനെ എടുത്തു. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സോപ്പ് കഴിഞ്ഞു, പേസ്റ്റ് കഴിഞ്ഞു. പിന്നെ ആളെന്തോന്ന് തപ്പി നടക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കത് പിടുത്തം കിട്ടിയില്ല. പിന്നെ ഞാനും ക്യാമറ വെച്ച് പിന്നാലെ പോയി എന്തൊക്കെ നോക്കണമെന്ന് അറിയണ്ടേ, പിന്നെ റേറ്റ് നോക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ പോയി. എന്നാലും നമുക്ക് എത്ര രൂപയ്ക്ക് പർച്ചേസ് നോക്കാൻ പറ്റുള്ളൂ. ഇടയിൽ ഞാനിങ്ങനെ ആളെ എടുക്കുന്നതിൻ്റെ എമൗണ്ടൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എത്ര രൂപയെന്ന്. ഞാൻ നോക്കുമ്പോൾ എന്താണ് ഈ മറ്റേ പർച്ചേസ് അടുത്ത ഐറ്റം നോക്കി നടക്കില്ല, ആൾ സന്തൂർ സോപ്പുണ്ടോ നോക്കി നടക്കുകയാണ്. കഴിഞ്ഞോ
മറ്റാൾ പറഞ്ഞു, ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു സോപ്പ് കഴിഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ആൾ സോപ്പ് തപ്പി ഇറക്കുകയാണ്. സന്തൂർ എവിടെ. പിന്നെ എന്ത് ചെയ്തു, നേരെ ശരി ഇനി വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം, അടുത്തത് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ നമ്മുടെ ഡിഷ് വാഷൊക്കെ നോക്കി, അതൊന്നും ആളെടുത്തില്ല. ഇനി വേറെ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിങ്ങോട്ട് പോയി. ഇനി നമുക്ക് മറ്റേ കടല പരിപ്പ് ഐറ്റംസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നാട്ടോ ഇവിടേക്ക്. ആൾ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ. കാരണം പുതിയതായതുകൊണ്ട് സ്റ്റാഫിന് വലിയ ഐഡിയ ഇല്ലാന്നൊക്കെ തോന്നിയത്. കാരണം നമ്മൾ സ്ഥിരം പോണ കടയിലാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഞങ്ങൾ തന്നെ പോയി എടുക്കും, നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് പുതിയ ഷോപ്പും പുതിയ ആൾക്കാരായതുകൊണ്ട് അവർക്കൊരു കൺഫ്യൂഷനാണ്. പിന്നെ ഞങ്ങൾക്ക് എവിടെ ഇരിക്കണമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ആദ്യം നമ്മുടെ ചില്ലി പൗഡർ എടുത്തു കേട്ടോ. എരിവൊക്കെ നോക്കി ചില്ലി പൗഡർ എടുത്ത ശേഷം പിന്നെ അടുത്തത് മല്ലിപ്പൊടി എടുത്തു കേട്ടോ. മല്ലിപ്പൊടി അത് നോക്കി അതെടുത്തു. പിന്നെ അടുത്തത് നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത് എന്ന് നോക്കട്ടെ. അടുത്തത് നോക്കുന്നുണ്ട്, എന്താ മുളക് പൊടിയാണോ മല്ലിപ്പൊടിയാണോ, ചിക്കൻ മസാല പൊടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ചിക്കൻ മസാല, അതെ ചിക്കൻ മസാല ആണ് നോക്കുന്ന ആൾ. വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടോ അതില്ല. അപ്പോൾ അതെടുത്തു കേട്ടോ. അടുത്ത് പിന്നെ എടുത്തത് പരിപ്പാണ്. പരിപ്പല്ല, നമ്മുടെ കടല. പരിപ്പ് എടുത്തു കേട്ടോ, കടല എടുത്തു. പിന്നെ വൻപയർ, നമ്മുടെ വെള്ളപ്പയർ എന്നൊക്കെ പറയും, അവിടെ എന്താ പറയുകയെന്നറിയില്ല, ഞങ്ങളോട് അങ്ങനെയൊക്കെ പറയും. പിന്നെ എടുത്തത് മറ്റേ നമ്മുടെ ഈ ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഉഴുന്ന്, അങ്ങനത്തെ ഉഴുന്ന് ഐറ്റംസ് എടുത്തു. എല്ലാം 1 കിലോ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിനിടയ്ക്ക് ചെറുപയർ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറിയൊരു പുട്ടുപൊടി കൂടി എടുത്തു, നമ്മൾ കുറ്റിപ്പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പുട്ടുപൊടി. അതിനുശേഷം പിന്നെ നമ്മളെടുത്തത് റവയാണ്. റവയ്ക്ക് ശേഷം പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ അതും എടുത്തു, അത് 1 ലിറ്ററിൻ്റെ എടുത്തു. പിന്നെ അതിനുശേഷം പിന്നെ വേറെ നമ്മളെന്തെടുത്ത് നമ്മുടെ കുട്ടികളുടെ സാധനങ്ങളാണ്. കടുക് എടുത്തു. കടുക് ശേഷം പിന്നെ നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് 1 kg ഉപ്പ് എടുത്തു. ഇനി ആൾ വീണ്ടും വന്ന് നോക്കുകയാണ്, സോപ്പുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ വീണ്ടും നോക്കി, സോപ്പ് വേറെ എന്തെങ്കിലും എടുക്കാമെന്ന് വെച്ചിട്ട് നോക്കി. അപ്പോൾ പിന്നെ അത് നോക്കി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട സോപ്പൊന്നും കിട്ടിയില്ല. പിന്നെ നോക്കി പിന്നെ അവസാനം ശരി എന്നാൽ വേണ്ട, വേറെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. എന്നിട്ടിങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോഴാണ് ആൾക്ക് എന്തോ ഒരു ഓർമ്മ വന്നു, മുതിര എവിടെ ചേട്ടാ? അപ്പോൾ ഇവിടുത്തെ പുള്ളിക്കാരൻ പറഞ്ഞു അത് അപ്പുറത്തിരിക്കുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് നോക്കി എവിടെയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സോയാബീൻ എടുക്കാൻ പോയി. പിന്നെ മുതിര എടുത്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ ബില്ലിങ്ങിലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്താണ്. ഒരു രസം. ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷാമ്പു എടുക്കണമെന്ന് വിചാരിച്ചാണ് പോയി. അപ്പോൾ ഷാമ്പു കിട്ടിയില്ല. പിന്നെ അപ്പോഴേക്കും ഐറ്റംസ് എല്ലാം ബില്ല് ചെയ്തു. അപ്പോൾ ടോട്ടൽ ആൾ 1211 ആൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ. ആളാണ് ഫുള്ള് സർവീസും കാര്യങ്ങളൊക്കെ. ആൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഓണർ എന്ത് ചെയ്ത് ആളിത് കൊടുത്തു വിട്ട്. വീടെത്തിയതും കവർ പൊട്ടിക്കാൻ നോക്കുമ്പോൾ ഇതായിരിക്കുന്നവരാണ്. ആരാ? പൂച്ച. അവൾക്കുള്ള തിന്നാനെന്ന് പറഞ്ഞിട്ടേ അവളൊന്ന് നോക്കിയിരിക്കുക കാവല. അപ്പോൾ ആൾ 17 ഐറ്റംസ് ടോട്ടൽ പർച്ചേസ് ചെയ്തു 1211. ഫസ്റ്റ് സോയാബീൻ ഉണ്ട്, പിന്നെ സൺഫ്ലവർ ഓയിലുണ്ട്, അതെടുത്തിട്ടുണ്ടായിരുന്നു 1 ലിറ്റർ. മറ്റേത് 1/2 kg, ഇത് 1 ലിറ്റർ കേട്ടോ. സോയാബീൻ 1/2 kg. പിന്നെ നെക്സ്റ്റ് അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് എല്ലാം ഉണ്ടോയെന്ന്. പരിപ്പ്, മുതിര, കടല, പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എല്ലാ പൊടികളും നോക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മുടെ ബില്ല് കറക്റ്റ് 1211 രൂപ.